The show starts. സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റിത്തിരിയുന്ന ഭൂമി, അതിൽ പേര് കേട്ടാൽ അന്തരംഗം അഭിമാനപൂരിതമാകുന്ന ഭാരതമെന്ന മാതൃരാജ്യം. അവിടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളം, അതിൽ പച്ചപ്പട്ടുടയാട ചാർത്തിയ വയനാടൻ ജില്ല, അവിടെ കുടിയേറ്റ ജനത നെഞ്ചോട് ചേർത്ത പുൽപ്പള്ളിയുടെ മണ്ണിൽ കബനിയോരത്തിയ ഓളക്കാറ്റും വയലേലകളും സ്നേഹം കൊണ്ട് പുൽകുന്ന 5 പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ നെഞ്ചോട് ചേർക്കുന്ന കബനിഗിരി സെന്റ് മേരീസ് AUP സ്കൂൾ എന്ന വിദ്യാപീഠം. മാനന്തവാടി രൂപതയുടെ ഇടയൻ അഭിവന്ദ്യമാർ ജോസ് പുരന്തയുടെ പിതാവ് രക്ഷാധികാരിയായും സഹായമെത്രാൻ മാർ അലക്സ് താറാമംഗലം പിതാവ് സഹരക്ഷാധികാരിയായും നിലകൊണ്ട് മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ റവറന്റ് ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ, കബനിഗിരി സെന്റ് മേരീസ് ഇടവക വികാരി റവറന്റ് ഫാദർ ജോണി കല്ലുപുര, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജെയ്മോൾ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുപറ്റം പ്രഗത്ഭ അധ്യാപകരുടെ കരുതലിൽ ചങ്കും ചങ്കിടിപ്പുമായി എന്നും കൂടെയുള്ള PTA തണലിൽ കബനിഗിരി സെന്റ് മേരീസ് AUP സ്കൂൾ ഇതാ 50 സംവത്സരങ്ങൾ നിറഞ്ഞ സംതൃപ്തിയോടെ പൂർത്തീകരിക്കുന്നു. വിതുമ്പുന്ന ഹൃദയത്തോടെ, നന്ദിയുള്ള മനമോടെ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ മാനന്തവാടി രൂപതയുടെ പ്രഥമ ഇടയൻ അഭിവന്യമാർ ജേക്കബ് തോങ്കുഴി പിതാവിനും ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച് സ്വർഗ പൂങ്കാവിനെ ലക്ഷ്യമാക്കി യാത്രയായ റവറൻ സിസ്റ്റർ മറിയം CMCക്കും ഗ്രേസി ടീച്ചർക്കും കബനിഗിരി സെന്റ് മേരീസ് കുടുംബത്തിന്റെ മിഴിനീർ പ്രണാമം. നവാഗതർ, ഈ സുവർണ ജൂബിലി വർഷം കബനിഗിരി സെന്റ് മേരീസ് കുടുംബത്തിലേക്ക് കടന്നുവന്ന പ്രിയ താരങ്ങൾ ശ്രീമതി ആശ അഗസ്റ്റിൻ, ശ്രീ ജെറോം ജെയിംസ്, ശ്രീ അമൽ ജേക്കബ്, ശ്രീമതി റെയ്ഹാനത്ത്, ശ്രീമതി പ്രിയ KR, സ്നേഹപൂർവ്വം സ്വാഗതം. ഓരോ പുലരിയിലും പ്രാർത്ഥനാ നിർഭരമായ തുടക്കം. ഈ വിദ്യാലയത്തിന്റെ കെട്ടുറപ്പിന്, കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് ഇവിടെ അധ്യാപകർ പ്രാർത്ഥനയോടെ ക്ലാസുകൾ ആരംഭിക്കുന്നു. പ്രവേശനോത്സവം. കബനിഗിരിയുടെ അക്ഷരമുറ്റത്ത് അറിവിന്റെ തേൻ നുകരാൻ വർണ്ണശലഭങ്ങളായി കടന്നെത്തിയവർ. അന്നേ ദിനം മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന എല്ലാവരും എഴുതുന്നു എല്ലാവരും വായിക്കുന്നു എന്ന പ്രോജക്ടിന്റെ ഔപചാരിക ഉദ്ഘാടനം ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് റവറന്റ് ഫാദർ ജോണി കല്ലുപുര നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ വെഞ്ചരിപ്പിന് ശേഷം സമ്മാനവും മധുരവും നൽകി കുട്ടികളെ ക്ലാസുകളിൽ പ്രവേശിപ്പിച്ചു. ആദ്യ 10 ദിനങ്ങൾ. പാഠം 1, നല്ല പാഠം, നല്ല മനുഷ്യനാവുക പദ്ധതിയുടെ ഭാഗമായി ജൂൺ 2 മുതൽ ജൂൺ 13 വരെ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ക്ലാസ് അസംബ്ലി. നേതൃത്വ പാഠവും അവസര സമത്വവും കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി തികഞ്ഞ ചിട്ടയോടും അച്ചടക്കത്തോടെയും ക്ലാസ് അസംബ്ലികൾ നടത്തിവരുന്നു. ക്രമമനുസരിച്ച് 7A, 7B, 6A, 6B, 5A, 5B ക്ലാസുകൾ അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നു. അക്ഷര ക്ലാസ്. എല്ലാവരും എഴുതുന്നു എല്ലാവരും വായിക്കുന്നു എന്ന ലക്ഷ്യവുമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി എല്ലാ ദിവസവും അക്ഷര ക്ലാസുകൾ നടത്തുന്നു. USS പരിശീലനം. USS സ്കോളർഷിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ക്രമമായും ചിട്ടയായും USS പരിശീലനം നടത്തിവരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്. മാറുന്ന കാലത്തെ നേരിന്റെ പോരാളികളാകുവാൻ ശ്രീ ജെറോം ജെയിംസ്, ശ്രീമതി വാഹിദ K എന്നിവരുടെ നേതൃത്വത്തിൽ ചിട്ടയായി സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പ്രവേശ് ടെസ്റ്റ് നടത്തുകയും ശ്രീ AC ഉണ്ണികൃഷ്ണൻ സാർ കുട്ടികൾക്കായി പ്രവേശ പാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. ഭവന സന്ദർശനം. കുട്ടികളും കുടുംബങ്ങളുമായുള്ള ആത്മബന്ധം നിലനിർത്തുന്നതിനും ഉന്നതികളിലെ വിദ്യാർത്ഥികളെ മുടക്കം കൂടാതെ വിദ്യാലയത്തിൽ എത്തിക്കാൻ പ്രചോദിപ്പിക്കുന്നതിനുമായി അധ്യാപകർ കൃത്യമായി ഭവന സന്ദർശനം നടത്തിവരുന്നു. കായികമേള. കബനിഗിരിയുടെ കായിക മാമാങ്കം ഫാസ്റ്റ് ട്രാക്ക് 2K25 ഏറെ ആവേശോജ്വലമായി നടത്തപ്പെട്ടു. കായികമേളയ്ക്ക് ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2025 മെഡൽ ജേതാവ് ശ്രീ നവീൻ പോൾ ഉദ്ഘാടനം നിർവഹിക്കുകയും ഏഷ്യൻ ഗെയിംസ് പഞ്ചഗുസ്തി ചാമ്പ്യൻ കുമാരി എലൈൻ ആൻ നവീൻ ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ്,
കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധങ്ങളായ കായിക മത്സരങ്ങൾ, സമ്മാനദാനം എന്നിവ അന്നേ ദിനം ഏറെ മനോഹരമാക്കി. കലാമേള. കുട്ടികളുടെ കലാവാസനകൾ പീലി വിടർത്തുവാൻ, നിറഞ്ഞാടുവാൻ കലാമഞ്ജരി 2K25 നടത്തപ്പെട്ടു. പ്രസിദ്ധ ഓടക്കുഴൽ വിദഗ്ധനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ രഞ്ജിത് പിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് ജില്ല, ബത്തേരി ഉപജില്ലാ കലോത്സവങ്ങളിലും സംസ്കൃതോത്സവത്തിലും നമ്മുടെ നിരവധി കുരുന്ന പ്രതിഭകൾ മാറ്റുരയ്ക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. കന്നഡ പ്രസംഗത്തിൽ നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനി കുമാരി ഐശ്വര്യ ബൈജു ജില്ലയിൽ 1ാം സ്ഥാനം നേടിയത് ഏറെ പ്രശംസ അറിയിക്കുന്നു. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകൾ. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര IT മേളയിലും പ്രവൃത്തി പരിചയ മേളയിലും കബനിഗിരിയുടെ ചുണക്കുട്ടികൾ പങ്കെടുക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഈ സുവർണ ജൂബിലി വർഷത്തിന് പത്തരമാറ്റ് പകിട്ടേകുവാൻ പ്രവൃത്തി പരിചയ മേളയിൽ സുൽത്താൻ ബത്തേരി ഉപജില്ലയുടെ ഓവറോൾ ട്രോഫി നമ്മുടെ വിദ്യാലയം സ്വന്തമാക്കുകയും ചെയ്തു എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. വിജയികളെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിക്കുകയും കബനിഗിരി ടൗണിലേക്ക് ഘോഷയാത്ര നടത്തുകയും ചെയ്തു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് പുറമെ നല്ല പാഠം, മാതൃഭൂമി, സീഡ് എന്നിവയുടെ പ്രവർത്തനവും നമ്മുടെ വിദ്യാലയത്തിന് മാറ്റേകുന്നു. നല്ല പാഠം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂക്കൃഷി വിളവെടുപ്പ്, ഞാറുനടൽ, സഡാക്കോ നിർമ്മാണം, ഹിരോഷിമ നാഗസാക്കി അനുസ്മരണ പ്രാർത്ഥന, ഓണക്കിറ്റ് വിതരണം, പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം, പച്ചക്കറി ശേഖരണം, പുസ്തക പ്രദർശനം, ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ്, ഉപയോഗയോഗ്യമായ വസ്ത്രങ്ങളുടെ ശേഖരണം എന്നീ പ്രവർത്തനങ്ങൾ നടത്തുകയും മികച്ച പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വിദ്യാലയം A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഇവയ്ക്ക് പുറമെ മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങൾ, വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങൾ എന്നിവ നടക്കുകയും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും മാസ്റ്റർ ഗൗതം സന്തോഷ് വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവത്തിൽ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ബാസ്കറ്റ്ബോൾ പരിശീലനം. പ്രാദേശിക പരിശീലകനായ ശ്രീ ലിജു ജോസ്, ശ്രീ അനിൽ KV, ശ്രീ ഷിജോ ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബാസ്കറ്റ്ബോൾ പരിശീലനം നൽകുകയും തൽഫലമായി നമ്മുടെ 4 ചുണക്കുട്ടികൾക്ക് വയനാട് ജില്ലാ സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും മറ്റു 4 വിദ്യാർത്ഥികൾ വയനാട് ജില്ലാ ബാസ്കറ്റ്ബോൾ മത്സരത്തിന് യോഗ്യത നേടുകയും ബത്തേരി ഉപജില്ലാ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും അവിടെ നിന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച മാസ്റ്റർ ബെനറ്റ് P. വിപിൻ, മാസ്റ്റർ ഡിയോൺ തോംസൺ, കുമാരി ഫ്ലോറിയ മേരി സിജു എന്നീ അഭിമാന താരങ്ങൾ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ഫുട്ബോൾ. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും കളിക്കാൻ കൊതിക്കുന്നതുമായ ഫുട്ബോളിന് സെന്റ് മേരീസ് കുടുംബാംഗമായ ശ്രീ ലിജു ജോസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശീലനം നൽകി വരുന്നു. സ്കൂൾ ഇലക്ഷൻ. ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഈ വർഷത്തെ സ്കൂൾ ഇലക്ഷൻ നടത്തപ്പെട്ടു. വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ കുമാരി ഫ്ലോറിയ മേരി സിജു സ്കൂൾ ലീഡറായും കുമാരി അനോൾഡ അനിൽ ഫൈൻ ആർട്സ് സെക്രട്ടറിയായും മാസ്റ്റർ ഡിയോൺ തോംസൺ ജനറൽ ക്യാപ്റ്റനായും തിരഞ്ഞെടുക്കപ്പെട്ടു. PTA പ്രസിഡന്റ് ശ്രീ അനിൽ KV, MPTA പ്രസിഡന്റ് ശ്രീമതി സ്റ്റെഫി ലിജു എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന്റെ ഓരോ സ്പന്ദനത്തിലും താങ്ങായി, തണലായി സുശക്തമായ ഒരു PTA നമുക്കുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം.
വായനാ ദിനം. അധ്യാപക ദിനം. ഓണം. ശിശുദിനം. ചാന്ദ്രദിനം. ഹിന്ദി ദിവസ്. ജനസംഖ്യാ ദിനം. ഹിരോഷിമ നാഗസാക്കി ദിനം. സ്വാതന്ത്ര്യദിനം. ഗാന്ധി ജയന്തി. മെൻസ് ഡേ. ക്രിസ്മസ്. എന്നീ ദിനങ്ങൾ ആഘോഷിക്കുകയും ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും കോർപ്പറേറ്റ് വിദ്യാലയങ്ങൾക്കായി നടത്തിയ കൊളാഷ് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും കുമാരി ഫ്ലോറിയ മേരി സിജു, കുമാരി മീനാക്ഷി BS എന്നിവർ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. മറ്റു മികവുകൾ. ദീപിക കളറിംഗ് കോമ്പറ്റീഷനിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും നിരവധി കുട്ടികൾ പങ്കെടുക്കുകയും കുമാരി ആൻഡ്രിയ ബിജു സമ്മാനാർഹയാവുകയും ചെയ്തു. ചങ്ങാലിക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായി മുള്ളംകൊല്ലി പഞ്ചായത്ത് തല ഫ്രണ്ട്ഷിപ്പ് ഡേ ഉദ്ഘാടനം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മിനി പ്ലാനറ്റോറിയം. വിദൂരമായ ആകാശ കാഴ്ചകളെ കയ്യെത്തും ദൂരത്തെത്തിക്കാൻ നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്കായി മിനി പ്ലാനറ്റോറിയം സജ്ജീകരിച്ചു. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ അധ്യാപകർ അത്യാകർഷകമായ രീതിയിൽ ഇതൊരുക്കുകയും മാസ്മരിക കാഴ്ചകൾ കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. മാതൃഭൂമി ദിനപത്രം. വളരുന്ന തലമുറയ്ക്ക് വായനാശീലം കൈമോശം വന്നു പോകാതിരിക്കാൻ മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായി മാതൃഭൂമിയും ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ടീമും ചേർന്ന് സ്കൂളിലേക്ക് സംഭാവന ചെയ്ത മാതൃഭൂമി ദിനപത്രങ്ങൾ ഏറെ സഹായകമാകുന്നു. ഹരിതസഭ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ബോധവൽക്കരണവുമായി ഹരിതസഭ കുട്ടികൾക്ക് സംഘടിപ്പിച്ചു. ജൈവ പച്ചക്കറിത്തോട്ടം. ഇൻസ്റ്റിറ്റ്യൂഷണൽ വെജിറ്റബിൾ ഗാർഡന്റെ ഭാഗമായി വിഷരഹിതമായ ഭക്ഷണം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന സതുദ്ദേശത്തോടെ സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA കൂട്ടായ പ്രയത്നം വിഷരഹിത വിളവിലേക്ക് വിരൽ ചൂണ്ടുന്നു. യൂണിഫോം. മാറ്റത്തിന്റെ വർണ്ണാഭ പരത്താൻ ഈ വർഷം മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ ബുധനാഴ്ചകളിൽ ടീഷർട്ട് സമ്പ്രദായം നിലവിൽ വന്നു. സൂംബ ഡാൻസ്. ശരിയായ വിദ്യാഭ്യാസത്തിന് കുട്ടികളുടെ മനസ്സും ശരീരവും ഒന്നുപോലെ ഉണർത്താൻ സ്കൂളിൽ സൂംബ പരിശീലനം നൽകി വരുന്നു. സ്മൃതിപദം. നമ്മുടെ വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂളിൽ പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തപ്പെട്ടു. മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ PK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ശ്രീ ജോസ് പള്ളത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കൊഴിഞ്ഞുപോയ 50 വർഷങ്ങളിലായി ഈ വിദ്യാലയത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത 200-ൽ പരം ആളുകളുടെ സാന്നിധ്യം സംഗമത്തെ കൂടുതൽ മനോഹരമാക്കി. സുവർണ ജൂബിലി പ്രവർത്തനങ്ങൾ. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മധുരം പകർന്നു തന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ 50 കർമ്മ പദ്ധതികൾ കവനഗിരി, മരക്കടവ്, സീതാമൗണ്ട്, പാടിച്ചിറ ടൗണുകളിലൂടെയുള്ള വർണ്ണാഭമായ വിളംബര ജാഥയോടെ പൂർണ്ണമാകുന്നു. കഴിഞ്ഞുപോയ 50 വർഷങ്ങളിലെ കൊഴിഞ്ഞുപോയതെന്ന് കരുതിയ സുന്ദര നിമിഷങ്ങൾ നമുക്കായി കാത്തുവെച്ച നല്ല ദൈവത്തിന്, കരുതലിന്റെ കാവലാളായ പ്രിയ മാനേജ്മെന്റിന്, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർക്ക്, ഒരുമയായി കൂടെ നിൽക്കുന്ന PTA അംഗങ്ങൾക്ക്, നല്ലവരായ കമ്പനി നിവാസികൾക്ക്, അഭ്യുദയ കാംക്ഷികൾക്ക്, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക്,
ഹൃദയത്തിന്റെ ചെപ്പിൽ നിന്നും കനലണയാതെ കാലം കാത്തുവെച്ച സ്നേഹത്തിന്റെ ഒരു വാക്ക്. നന്ദി.